അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ പെട്രോണാസ് ടവറിലേക്ക് പോയില്ലേ, അപ്പോൾ അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ രാത്രിയിലെ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത് കാറ് വരാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ പെട്രോണസ് ടവറിൻ്റെ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പെട്രോണസ് ടവറിൻ്റെ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന് മുകളിൽ കയറണം. അപ്പോൾ ഇനി അവിടുത്തെ വ്യൂ നമുക്ക് കാണാം കേട്ടോ. സംഭവം വെച്ചതാണ് ഇത്. ഞാൻ വിചാരിച്ചതെന്ന് അറിയാമോ, ആർട്ടിഫിഷ്യലായിട്ട് വെച്ചിരിക്കാന്നാണ് കേട്ടോ. അല്ല കേട്ടോ, ഒറിജിനൽ സാധനം തന്നെ. ഞാൻ ഇന്നലെ ജസ്റ്റ് ഒന്ന് ഉള്ളി നോക്കിയായിരുന്നു. ഒറിജിനൽ അത് ഒന്ന് പറിച്ചടിച്ചേ. അങ്ങോട്ടേക്ക് ഫുള്ള് അതാണ് കേട്ടോ. ഇത് കാണിച്ച് ഇതുണ്ടോ, ഞാനൊന്നും പറിച്ച് ആരൊന്നും പറയില്ലായിരിക്കും അല്ലേ നേട്ടാ. അല്ല ഇത് ഒറിജിനൽ സാധനം. പക്ഷേ ഉണ്ടല്ലോ ഇതെല്ലാം ഒരുപോലെ ഇങ്ങനെ എല്ലാം വെട്ടി കറക്റ്റായിട്ട് വെച്ചേക്കും. പക്ഷെ എല്ലാം ഇത് വെച്ചിരിക്കുന്ന എല്ലാം ഇതുപോലെ തന്നെ പോകുന്നുണ്ടല്ലോ. അതാണ് അത്ഭുതം. ശ്രദ്ധിച്ചു, എല്ലാ മരങ്ങളും പിന്നെ. അങ്ങനെ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഇങ്ങനെ നമ്മൾ പെട്രോണസ് ടവറിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഞാനിങ്ങനെ ബാക്കിൽ പോവാണ്. നമ്മളെങ്ങനെ പെട്രോണാസ് ടവറിൻ്റെ ഉള്ളിലെത്തിയപ്പോഴാണ് ഒരു സത്യാവസ്ഥ അറിഞ്ഞത്. എന്ത്, വണ്ടി ഇവിടെ ക്ലോസ്ഡ് ആണ്. സാരമില്ല, നമുക്ക് നാളെ വരാം. ഓക്കെ, അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഇനിയിപ്പം അടുത്തെന്തോ അക്വേറിയത്തിൻ്റെ സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് അതിന് അങ്ങോട്ടേക്ക് പോവാം. എന്നാലും നമ്മൾ തളരരുത്. ഓക്കെ, അപ്പം നാളെ നമുക്ക് നേരെ രാവിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് വരാം. അക്വേറിയത്തിൻ്റെ അവിടേക്ക് വന്നേക്കുവാണ്. നമ്മുടെ പെട്രോണസ് ടവറിൻ്റെ അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ടാവും ഇങ്ങോട്ടേക്ക്. KLCC അക്വേറിയം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. അതാണിത്. അതുകൊണ്ടായിരിക്കും അവർ അസ്ഥി കൂടെ വെച്ചേക്കുന്നത്. ഇറച്ചി കൊത്തി കുറച്ച് തിന്നും ഈ സാധനം. ഈ മീൻ അതിൻ്റെ പല്ല് കണ്ടത് അവിടേക്ക്. ആ എന്തല്ലേ ഇത് അത് വെച്ചേക്കുന്നത്. നിനക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ കൂടെ കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ തലയിട്ട് വീഡിയോ എടുക്കാം. അല്ലി കയറട്ടെ. കൊള്ളാല്ലേ? പക്ഷെ നമ്മളങ്ങോട്ട് എന്ത് സാധനം ഓടി അടങ്ങാം.
അവരവിടെ കണ്ടു. നമ്മുടെ മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ അവിടുത്തെ പാറയിലൊക്കെ ഉണ്ടാവുന്ന പായമില്ലേ, നോക്കി നമ്മുടെ അവിടുത്തെ സാധനം മേടിച്ചിട്ട് നല്ല രസമുണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത്. വെള്ളമൊക്കെ പായൽ പിടിപ്പിച്ചേക്കുന്ന കേട്ടോ. കല്ലൊക്കെ വെച്ച് കല്ലും മരമൊക്കെ വെച്ചിട്ടില്ലേ. മഞ്ഞ സെറ്റപ്പും ടവർ അല്ല വില്ലേജ് ആ കൂടിയ തൊട്ടപ്പുറത്താ. ഇപ്പുറ സൈഡ് സെറ്റ് ചെയ്ത് പോകണ്ടായി നോക്കി. കുഞ്ഞു പുറത്ത് വരുമ്പോ ഈ സൈഡിലും കണ്ട വരുമ്പോ ആ ശരിയായി. ഇവിടെ നോക്കി പുക നന്നായിട്ട് കാണുന്നുണ്ട്. ആ ഒരു മഞ്ഞിന്റെ ഫീല് കിട്ടാനായിട്ട്. വെള്ളം വീടിന് സെറ്റപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ടല്ലേ ചേട്ടാ. പക്ഷെ അവരതുപോലെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് മരവും കല്ലും പാറയും ആ മേളിൽ നിന്ന് ഫീലെല്ലാം കൂടെ. നേരത്തെ കണ്ട് സാധാ ഇതിനകത്ത് പിടിച്ച് ഞാൻ കൈ കൊണ്ട് കാണിച്ചോട്ടെ. ഇതിനെന്താടി ഈ സാധനം പക്ഷെ അത് അവിടെ ഇരുന്ന് നേരത്തെ ഒരെണ്ണത് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളിൽ കണ്ടോ മീൻ കണ്ടോ? അതിന്റെ ഉള്ളിൽ കണ്ടോ ഒരു മീന്? ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ അവിടെ കണ്ടോ ഒരെണ്ണം? വലിയൊരു സാധനം കണ്ട. എന്താ സംഭവം? പക്ഷെ പ്ലേറ്റ് ഒക്കെ വെച്ചിട്ട് ഇവര് സെറ്റ് ആക്കിയിട്ടുണ്ട്. ചിലപ്പോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. നമ്മുടെ ഒരു ചട്ടിയാണ് ഈ സൈഡിലൊക്കെ വെച്ചിട്ട് കണ്ടോ. പാലം പണിത് വെച്ചേക്കുന്നത്. അവിടെ ഒന്ന് ഇരിപ്പുണ്ട്, പാലത്തിരിപ്പുണ്ട്. അതിന്റെ അടിയിൽ വരുന്നുണ്ട് ഇതിനോട്ടോ. ഇങ്ങനെ വെച്ചിട്ടൊരു ഫോട്ടോ എടുത്തിരുന്നേട്ടാ നല്ല ഭംഗിയുണ്ടാവും. എന്നാലും നോക്കും കിട്ടുമോ കിട്ടോ. എന്ത് രസമാണോ അതിലൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷെ അല്ലാണ്ട് വേറെ കൂടുതലായിട്ട് രണ്ടോ ആ ടൈപ്പ് തന്നെ പകുതി പകുതി പെയിന്റ് അടിച്ചാൽ പെയിന്റ് അടിച്ചോ. ഇതിനെന്താ പച്ചക്കളറാണ്. ഇതെന്ത് മീനാണിത്? അതെ 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 ഇങ്ങനത്തെ മീനോ? അതെ അതിന്റെ മേളിലേക്ക് ഇരിക്കുന്നതാണെന്നില്ല, അതിന്റെ ആടുന്ന കണ്ടില്ല, അതിന്റെ വാലടി. ഇത് ആണ് പെണ്ണെ, അത് കിടന്ന് ഇളകുന്നുണ്ടോ? മീൻ കണവോ അങ്ങനത്തെ ഒരു സംഭവമാണ്. അവിടെ വേറെ നീല കളർ മീനുണ്ട്. അതിനങ്ങനെ ഇളക്കം വരില്ലടാ. നീ ആ പിങ്ക് കളർ ഇളകുന്നുണ്ടോ? ആ പിങ്ക് കളറിന്റെ അങ്ങനെ ഇളക്കം വെള്ളം, ഇത് വെള്ളത്തിനൊരു അനക്കം ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാ അത്ര ഇളക്കം വരിക? ഒരു വീട് ഒരു മേലെ നോക്കി അത് കണ്ടേട്ടോ. ഇരിക്കാൻ കസാര ഇതൊക്കെ ആയിട്ട് കണ്ടു.
ഒരു ഭംഗി കിട്ടുന്നില്ല അല്ലേ അല്ലേ നീട്ടായതുകൊണ്ടായിരിക്കും പൊളിച്ചു അല്ലേ? ചാടി ചാടി നോക്കി ചാടിക്കോ നീ ചാടിട്ടോ അതാണ് നീ ചാടിട്ടോ നിനക്ക് നീന്താനും അറിയാലോ ചാലിയർപ്പുഴ മറക്കിടുന്ന ആളല്ലേ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിലാണിത് മറ്റേ ആരാപ്പയ്മ എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാവരും മരത്തുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് ആ സാധനം കേട്ടോ നീ ഒന്ന് കൈ ഉള്ളിലേക്ക് ഇട്ടെടുത്തോ നീ ഒന്ന് വിരല് ചുമ്മാ ഉള്ളിലേക്ക് ഇട്ടു നിന്നെ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ കടിച്ചു കൊടുത്ത് തിന്നേനെ കോക്കനട്ട് ക്രാബ് പക്ഷേ ഇതല്ലോ ഇതെന്താ ഇങ്ങനെ ഇരിക്കണേ ഇത് വെള്ളത്തിലല്ലോ ശരി ഇതിനുള്ളിൽ ഒരെണ്ണം കൂടി ഉണ്ട് ആ മാടത്തിനുള്ളിൽ അമ്മാനെ പിടിച്ചോ
ഇതിന്റെ പേരെന്താ പറഞ്ഞേ? ഇവിടെ അവിടെ ഫോട്ടോ കണ്ടു, ഇത് മതിയെന്ന് പറഞ്ഞു, അവരെടുത്ത് നടന്നു. കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമുക്കല്ലേ ഞങ്ങളങ്ങനെ ഈവനിങ് ഇറങ്ങിയിട്ടുണ്ട്. അതെ, കണ്ടാനിറങ്ങി. അതെ, ഇന്നിനി ഇവിടുത്തെ മാർക്കറ്റിലൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ ഇറങ്ങിയതാണ്. എന്തിനാ അങ്ങനെ പറയുന്നേ? എന്ത് ഇങ്ങനെ വൈകുന്നേരം നടക്കലോ? രസല്ലേ ചേട്ടാ? അതത്രേ ഉള്ളൂ. നമ്മൾ ആ പാർക്ക് പോലത്തെ സംഭവത്തിലേക്ക് വന്നതാണ്. കണ്ടോ, ഇവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഈ വഴി ഇങ്ങനെ നടന്നു വരികയാണ്. ബിൽഡിംഗ് വേണ്ട, ഫുള്ളും വരച്ച പോലത്തെ ഒരു ബിൽഡിംഗ് ആണ്. പക്ഷെ നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ വൈകുന്നേരം വന്നിരിക്കാനൊക്കെ. നല്ല ഭംഗിയുള്ള സ്ഥലം. ഈ ബിൽഡിംഗ് കണ്ടതിനാട്ടാ എല്ലാം വരച്ച വെച്ച പോലെ ഇല്ലേ അല്ലേ? നൈറ്റ് വ്യൂ അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ. ഇതാണ് മറദേക്ക സ്ക്വയർ എന്ന് പറയുന്നത്.
ഇവിടുത്തെ കറൻസിയാണ് കേട്ടോ. ഇത് 1 രൂപ. 5 രൂപ. 5 രൂപ. ഇതെല്ലാം ഒരു ക്വാളിറ്റി ഉണ്ട്, നമ്മുടെ നാട്ടിലെ പോലെ അല്ല. 50 രൂപ. കട്ടി കൂടുതലാണ്, അങ്ങനെയൊന്നും ഡാമേജ് ആവും. നാട്ടിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നേ കൊണ്ടേ. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ഒക്കെ ചെയ്ത് നമ്മുടെ ലഗേജ് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ഡേ ആണെന്ന്. അപ്പോൾ നമ്മൾ പെട്രോണസ് ടവറിൻ്റെ അങ്ങോട്ടേക്ക് വന്നേക്കുകയാണ്. നമ്മൾ ഇന്നലെ വന്നപ്പം നമുക്ക് ഇവിടെ ക്ലോസ്ഡാന്ന് അറിയാൻ പറ്റി. അപ്പോൾ നമ്മൾ തിരിച്ചു പോയി. അപ്പം നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഉച്ച കഴിയുന്നതോട് കൂടിയിട്ട് നമുക്ക് പോകണം. ഇന്നലെ നമ്മൾ വന്നില്ലേ സൂര്യ KLCC, അതാണ് ഇതിൻ്റെ ബാക്ക് ഭാഗം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു കുഞ്ഞു പാർക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പെട്രോണസിൻ്റെ ഫ്രണ്ട് വ്യൂവിൻ്റെ അവിടെ എത്തി. അതിലൂടെ ഇങ്ങനെ കയറി ഇതിലൂടെ ഇങ്ങനെ വരണം. നമ്മൾ ഇന്നലെ കയറി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഇതിലൂടെ ഇങ്ങനെ പോയി കഴിയുമ്പോൾ ടിക്കറ്റ് കൗണ്ടർ അവിടെയുണ്ട്. പിന്നെ നേരെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ഒരു ഫോട്ടോ എടുത്തരേ കേട്ടാ. നമ്മൾ ഫൈനലി ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. 3-4 ദിവസമായി ഫുഡൊക്കെ കഴിച്ചിട്ട്, നമ്മുടെ ഫുഡ് കഴിച്ചിട്ട് 3-4 ദിവസമായി. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അടിച്ചു കൊടുത്ത് അവിടെ ബുക്ക് ചെയ്ത് വന്നതാണ്. മാംഗോ റെസ്റ്റോറൻറ്റ് എന്നാണ് ഈ റെസ്റ്റോറൻറ്റ് പേര്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ പറ്റിയത് ഇവിടെ ഉള്ളവരും നമ്മുടെ മലപ്പുറംകാർ തന്നെയാണ്. എടവണ്ണ, നിലമ്പൂർ, മഞ്ചേരി ആ ഭാഗങ്ങളിലുള്ളവരാണ്. അപ്പോൾ കൂടുതൽ സന്തോഷം. നമ്മൾ വേറെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ മലയാളീസിനെ കണ്ട് സംസാരിക്കുക എന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമല്ല. ഇവിടെ നമുക്ക് നാടൻ ഫുഡുണ്ട്, കപ്പ, അതുപോലെ ബിരിയാണി, ഫ്രൈഡ് റൈസ്, നമ്മുടെ എല്ലാം, ചിക്കൻ കറി, ഫുഡ് എല്ലാം ഉണ്ട് നമ്മുടെ നാട്ടിൽ. ചട്ടിച്ചോറും പൊതിച്ചോറ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇവർ ഓർഡർ അനുസരിച്ചിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് പൊതിച്ചോറും ചട്ടിച്ചോറൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ
നമ്മുടെ പൊറോട്ടയും എന്താ ബിരിയാണി റൈസും പിന്നെന്താ ചിക്കൻ കറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. സെൻട്രിയൽ മാർക്കറ്റിൻ്റെ അവിടത്തേക്ക് പോകുന്ന എൻട്രി ആണത്. കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറേ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും. സെൻട്രൽ മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് പോകാം കേട്ടോ. നമ്മൾ കഴിച്ച ഹോട്ടലിൻ്റെ നേരെ കുറച്ച് ഫ്രണ്ടിലായിട്ടാണ് അപ്പോൾ ഈ മാർക്കറ്റ് ഉണ്ടെന്നുള്ളത് കാണാം. നമ്മൾ ഓൾറെഡി കുറേ മാർക്കറ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും കൂടി ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നമുക്ക് പെട്ടെന്നാണ് ഇവിടെ നോക്കിയിരുന്നത്. സ്നേക്ക് സ്കിൻ ഫ്രൂട്ട് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചില്ലായിരുന്നു അത്. പിന്നെ ലോങ് ഫ്രോം. നിനക്ക് എന്താ വേണ്ട ഇപ്പം? ഇതിന്റെ സൗണ്ട് കേട്ടോ. അത് നോക്ക്. എടുക്കുന്നുണ്ടോ? Thank you. Thank you very much. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഹോട്ടലിൽ ചെക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഉണ്ടായിരുന്നു ചേട്ടാ. അടിപൊളിയായിരുന്നോ?
നീ കരയണ്ട എനിക്ക് കരയണ്ട പോട്ടെ. അവിടെ എനിക്ക് കരച്ചിലൊന്നും വരുന്നില്ല. അയ്യോ നമ്മുടെ ഫുഡ് നീ മിസ് ചെയ്തു, അതിൻ്റെ മാത്രം വിഷമം മാത്രം, വേറെ ഒന്നുമില്ല. വരാൻ പറ്റി, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇന്നലെ ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു, മരുന്നൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മളിവിടെ ബസ് സ്റ്റേഷൻ്റെ അവിടെ എത്തി. ഇതേ ടിക്കറ്റ് എടുക്കുവാണ്. ഈ ബസ്സുകളൊക്കെ നമുക്ക് അങ്ങോട്ട് പോകാനുള്ളതാണ് കേട്ടോ. നമ്മളിവരോട് ചോദിച്ചായിരുന്നു. ഇവിടെ നമ്മൾ എന്താ T2 എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ നമ്പറാണ്, ടിക്കറ്റ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. എന്തായാലും ഒറ്റയ്ക്ക് വന്നത് കാരണം കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ പഠിക്കാൻ പറ്റി. ഇവിടെ തന്നെ നമുക്ക് മെട്രോ വേണമെങ്കിൽ മെട്രോ ചൂസ് ചെയ്യാം. നമുക്ക് മുകളിലാണ് മെട്രോ എടുക്കേണ്ടത്. അപ്പം നമ്മൾ ആ ലിഫ്റ്റ് ഇറങ്ങി ഏറ്റവും താഴെ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് ബസ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. കണ്ട ബസ്സിലൊക്കെ ഭയങ്കര സ്പേസ് ഉണ്ട് ഉള്ളിൽ. എന്നിട്ട് ഇവിടെ എല്ലാം ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് എന്ന് പറയുന്നത്, ബസ് ടിക്കറ്റ് എന്ന് പറയുന്നത്. കെയിൽ സെൻട്രൽ, ഇവിടെ നിന്നാണ് നമ്മൾ കയറാൻ പോകുന്നത്. സ്കൈ ബസ് അല്ലേ ചേട്ടാ? സ്കൈ ബസ് അല്ലേ, അതിലാണ് കയറാൻ പോകുന്നത്. പിന്നെ 15 അതായത് നമ്മുടെ അവിടുത്തെ 300 രൂപ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് ഇവിടുന്ന് എയർപോർട്ട് വരാൻ. അങ്ങനെ നമ്മുടെ ബസ്സെല്ലാം ഇറങ്ങി അങ്ങനെയൊക്കെയാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ഈ ലൈൻ ഇങ്ങനെ പോയി അവിടെ നിന്ന് അവർ നമ്മുടെ ചെക്കിങ് ചെയ്തിട്ടാണ് ഇതിലേക്ക് കടത്തിവിടുക. ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇങ്ങനെ നമ്മുടെ ചെക്കിങ് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിന് അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ മലേഷ്യ യാത്ര പറയുകയാണ്.
നമ്മൾ കൊച്ചി എയർപോർട്ടിലെത്തി.